ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയ വിഷയത്തിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, വൻ സ്രാവുകളെല്ലാം കുടുങ്ങാൻ പോകുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം 8 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകളെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ഒരു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് പുണ്യകർമ്മങ്ങളല്ല ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയത് വട്ടിപ്പലിശക്ക് പണം കൊടുക്കുന്ന ഒരു പട്ടിപ്പലിശക്കാരൻ്റെ യഥാർത്ഥ മുഖമാണ് ആ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ കോടികൾ സമ്പാദിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ ദേവാലയത്തിലെ വിഗ്രഹങ്ങളും സ്വർണ്ണപ്പാളികളും അടക്കം അടിച്ചുമാറ്റി ദേവനെ തന്നെ കളങ്കപ്പെടുത്തുകയും കട്ടുകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് അന്വേഷണ സംഘം ഇന്നലെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് വലിയൊരു തീർത്ഥാടന കേന്ദ്രവും വലിയൊരു വിശ്വാസ പ്രമാണങ്ങളുടെ ഈറ്റില്ലവുമാണ്. അവിടെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു സാധാരണ മനുഷ്യൻ കൈകടത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അത്ര വിഡ്ഢികളല്ല മലയാളികളും അതുപോലെ തന്നെ വിശ്വാസികളും. അതാണ് കൂടുതൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ കളിച്ചതാര് എന്ന് വളരെ വ്യക്തമായി അന്വേഷണ സംഘത്തിന് പിടികിട്ടിയിരിക്കുന്നു. അതിൽ ഒന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻ വാസു. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും പിന്നീട് അദ്ദേഹത്തിന് എല്ലാം അറിയുന്ന ഈ കള്ളക്കളികളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കിയത് എന്നും പറയുമ്പോൾ, ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിനു മുൻപ് അദ്ദേഹം ഇരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അയ്യപ്പനെ വിറ്റ് കാശാക്കിയതിൻ്റെ കണക്കുകളെല്ലാം അന്വേഷണ സംഘത്തിന് കിട്ടി എന്നാണ് പറയുന്നത്. അത് ഒരു താഴെയുള്ള ഉദ്യോഗസ്ഥനിലേക്കല്ല പോയിരിക്കുന്നത്. ദേവസ്വം വകുപ്പിലെ പ്രധാനപ്പെട്ട ആളുകൾ, ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കസേരകളിലേക്ക് വരെ അതിൻ്റെ അന്വേഷണം നീണ്ടേക്കാം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്രയ്ക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 8 മണിക്കൂർ ചോദ്യം ചെയ്തതിലൂടെ അന്വേഷണ സംഘം എല്ലാം കണ്ടെത്തിയിരിക്കുന്നു. ആ അന്വേഷണ സംഘത്തിൽ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ രേഖകൾ കാണിക്കേണ്ടത് പിണറായി വിജയൻ്റെ DGPക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ അല്ല. ഇത് കാണിക്കേണ്ടത് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി പറയുന്നത് പ്രകാരമാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ശബരിമലയിലെ അന്വേഷണം നടക്കുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതും എന്ന് പറയുമ്പോൾ, ആ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങളെല്ലാം കോടതിയിൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. ആഭ്യന്തര വകുപ്പിന് ഒരു റോളുമില്ല. അതായത് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്നും ഇതെല്ലാം പോയി എന്നർത്ഥം. അവിടെയാണ് കുടുങ്ങാൻ പോകുന്ന പ്രമുഖരെക്കുറിച്ചുള്ള ഏകദേശ ധാരണ തന്നെ പുറത്തു വരുന്നത്. നമുക്കറിയാം, 2016 ദേവസ്വം വകുപ്പ് അല്ലെങ്കിൽ 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ആ അധികാരത്തിലെത്തിയ ഉടൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാർ, അതിനുശേഷം പത്മകുമാറിനെ മാറ്റി ചില അസ്വാരസ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ പത്മകുമാറിനെ മാറ്റി അവിടെ പ്രതിഷ്ഠിച്ച എൻ വാസു. ഇവർക്കെല്ലാം ശബരിമലയിലെ എല്ലാ കള്ളക്കളികളും അറിയാം എന്ന് മാത്രമല്ല, ശബരിമലയിലെ കള്ളക്കളികൾ ഇവർ തന്നെ നടത്തിയത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ അന്വേഷണം ഒരുപക്ഷെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും ദേവസ്വം പ്രസിഡന്റുമാരിലേക്കും അതുവഴി അതിന് മുകളിൽ ഇവരെ നിയന്ത്രിച്ചിരുന്നവരിലേക്കും പോകാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, വലിയ രീതിയിൽ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം നടത്തി നോക്കുമ്പോൾ പിണറായി വിജയന് ലഭിച്ചിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ വോട്ടല്ല, അയ്യപ്പനെ പറ്റിച്ച് ഉണ്ടാക്കിയ അതിൻ്റെ ഉത്തരം പറയിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. അന്വേഷണ സംഘം വ്യക്തമായ തെളിവുകളോടെ തന്നെ മുന്നേറുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവർ സ്പോൺസർ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ദല്ലാൾ ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമായ സൂചനകൾ മുകളിലെ നേതാക്കന്മാരുമായി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത്.